ബിഗ് ബോസ് മലയാളം സീസൺ 7 ടോപ്പ് 5 ആരൊക്കെയാവും എന്നാണ് പറയാനായിട്ട് പോകുന്നത്. ഈ സീസണിൽ ടോപ്പ് 5 പറയുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ളൊരു കാര്യമല്ല. അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നും അല്ല ഈ ടോപ്പ് 5 ആരൊക്കെ വരുമെന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നത്. കാരണം അത്രയും നല്ല രീതിയിൽ ഓരോരോ ഘട്ടത്തിൽ അത്രയും നല്ല രീതിയിൽ ഗെയിം കളിച്ചവർ ഈ സീസണിൽ ഉണ്ടായിട്ടുണ്ട്. ഇൻകൺസിസ്റ്റന്റ് ആയിട്ടും കൺസിസ്റ്റന്റ് ആയിട്ടും ഒക്കെ ഗെയിം കളിച്ചവർ ഈ സീസണിലുണ്ട്. അതുകൊണ്ട് ഈ സീസൺ ഏത് രീതിയിലായിരിക്കും ഒരു ടോപ്പ് 5 വരിക, ഏത് ഓർഡറിലായിരിക്കും എന്ന് നമുക്കൊരു പ്രോപ്പർ പ്രഡിക്ഷൻ പറയാനായിട്ട് പറ്റില്ല. കഴിഞ്ഞ സീസണിലൊക്കെ അത് പറയാൻ പറ്റുമായിരുന്നു. കുറേയൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നു. ഒരു 75 കഴിഞ്ഞപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇന്ന ആള് ജയിക്കും, ഇന്ന ആള് സെക്കൻഡ്, ഇന്ന ആള് തേർഡ് എന്ന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഈ സീസണിലേക്ക് വരുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നല്ല രീതിയിൽ ഗെയിം കളിച്ച് ഓരോരോ ഘട്ടത്തിൽ പ്രേക്ഷക പിന്തുണ വേരി ചെയ്ത് വന്ന ആളുകളുണ്ട് അവിടെ. അപ്പോൾ ആരൊക്കെ ആയിരിക്കും എന്നുള്ളത് എന്നാലും നമുക്ക് പറയാം ആരൊക്കെയാണ് ടോപ്പ് 5 വരുന്നത് എന്ന്. ടോപ്പ് 5 ഞാൻ നോക്കി കാണുന്ന ആദ്യത്തെ ഒരു പേരെന്ന് പറഞ്ഞാൽ നെവിനാണ്. നെവിന്റെ ഗെയിം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പക്ക ഓഡിയൻസ് സപ്പോർട്ടിന് വേണ്ടി കളിക്കുന്ന അങ്ങനത്തെ ഒരു ഗെയിം ഒന്നും ആയിരുന്നില്ല. വളരെ ഗ്രേ ആയിട്ട് ഉള്ള ഒരു ഗെയിമാണ്. എന്നുവെച്ചാൽ ഞാൻ കളത്തരം കാണിക്കും, എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടവർക്ക് സപ്പോർട്ട് ചെയ്യാം, എന്നെ പുറത്താക്കേണ്ടവർക്ക് പുറത്താക്കാം, അങ്ങനെ ആരെയും കൂസാത്തൊരു ഗെയിമാണ് നെവിൻ തുടക്കത്തിലെ ആ ഒരു സ്റ്റേജിൽ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. അതെനിക്ക് വളരെ കൺവിൻസിങ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നെവിന്റെ ആ ഒരു രീതിയും ആ ഒരു ശൈലിയും എല്ലാം. നെവിൻ പിന്നെ കാണിക്കുന്ന ഓരോ ഉടായ്പകളാണെങ്കിലും കള്ളത്തരങ്ങളാണെങ്കിലും ക്യാമറയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കണ്ടിരിക്കാനായിട്ട്. ആദ്യത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ ആ ഒരു റേസിംഗ് ബാഡ്ജിന്റെ സംഭവം ഫസ്റ്റ് വീക്കിലൊക്കെ അത് നെവിൻ കാരണമാണ് ആ ഒരു ടാസ്ക് അത്രയധികം രസമായത്. അപ്പം അങ്ങനെ ഒരു പുട്ടിന്റെ മുകളിലെ പീര എന്നുള്ള ഒരു ഇമേജ് തുടക്കത്തിൽ തന്നെ നെവിൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു. അത് ആ ഒരു മുടിയും പിന്നെ ആ ഒരു വസ്ത്രമൊക്കെ ആയിട്ട് ആ ശൈലി തന്നെ നല്ല രസമായിരുന്നു തുടക്കത്തിലൊക്കെ. നല്ല രീതിയിൽ തന്നെ ചിരിപ്പിച്ചിട്ടുള്ളൊരു കണ്ടസ്റ്റന്റ് ആണ്. പോകെ എന്ത് പറ്റി, നെവിന്റെ ഈ എക്സെൻട്രിക് സ്വഭാവം ഇങ്ങനെ കൂടി ആ ഒരു എക്സെൻട്രിക്, അത് സ്വഭാവമായിരിക്കില്ല, ഗെയിം ആയിരിക്കാം ചിലപ്പോ. ആ ഒരു എക്സെൻട്രിക് ഗെയിം കൂടി നമുക്ക് അതൊരു വെറുപ്പിക്കലായിട്ട് തോന്നി, ഒരു അസഹനീയമായിട്ട് തോന്നി. കാരണം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഗെയിം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇത്തിരി പൊടിക്കുന്ന അടങ്ങടി എന്ന് പറയാൻ തോന്നും. അത് ആരാണേലും തോന്നും. അത് ആ രീതിയിൽ കുറച്ചൊക്കെ റിയൽ ആയിട്ട് നിൽക്കണം. അല്ലാതെ വെറുതെ ഈ പ്രേക്ഷകരെ കാണിക്കാനായിട്ട് ക്യാമറ കാണിക്കാൻ വേണ്ടി മാത്രം ഗെയിം കളിച്ചിട്ട് അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ഇത് സിനിമയൊന്നും അല്ല. നമ്മൾ ആ രീതിയിൽ ഇത്രയും എക്സെൻട്രിക് ക്യാരക്ടർ കാണിച്ചിട്ട് പക്ഷെ അതേസമയം പ്രേക്ഷകരുടെയും സപ്പോർട്ട് വേണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പം നെവിൻ കാണിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ഓരോ പ്രവർത്തികൾ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റൻസി ടാസ്കിന്റെ സംഭവത്തിൽ നെവിൻ കാണിച്ച ആ ഒരു പ്രവൃത്തി, ആ ഒരു ആക്ട്, അത് വളരെ മോശമായിരുന്നു. തഴന്താണ പരിപാടിയാണ് നെവിനെ കാണിച്ചത്. പിന്നെ അനുമോൾക്കെതിരെ ആ ഒരു ഫുഡിന്റെ പേര് പറഞ്ഞ ഐ നീഡ് ദാറ്റ് ഫുഡ് എന്ന് പറഞ്ഞ് പോയതും ഒന്നും തന്നെ നെവിന്റെ ഗെയിമിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നില്ല. നെവിന്റെ ആ ഒരു എക്സെൻട്രിക് സംഭവം ഇങ്ങനെ കേറി അത് എങ്ങോട്ടൊക്കെയോ പോയി. അതിനൊരു ലിമിറ്റ് ഇല്ല, ഒരു മീറ്റർ പിടിച്ചിട്ടില്ല. നമ്മുടെ സീസൺ 5 തോന്നുന്നു സാഗർ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, മീറ്റർ പിടി ജുന്നു, മീറ്റർ പിടി. അങ്ങനെ മീറ്റർ പിടിക്കണമായിരുന്നു. ഈ പുള്ളി അങ്ങനെ മീറ്റർ പിടിച്ച് നിന്നിട്ടില്ല. നെവിന്റെ എല്ലാം ഔട്ട് ഓഫ് മീറ്റർ സാധനങ്ങളായിരുന്നു ഈ ഒരു 2-3 ആഴ്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നെവിൻ പുറത്തേക്ക് പോയിട്ട് എനിക്കൊന്ന് തിരിച്ചു വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു ഈ രീതിയിൽ ഇത്രയും ഒരു എക്സെൻട്രിക് ആയിട്ടൊരു വട്ട് എന്നൊക്കെ പറയുന്ന ആ ലെവൽ ഒരു സംഭവം കാണിച്ചു തുടങ്ങിയത്. പക്ഷെ എന്നിരുന്നാലും നെവിൻ ടോപ്പ് 5 നിൽക്കാൻ ഡിസേർവിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ രീതിയിൽ തന്നെയുള്ള ഒരു ഗെയിമാണ് നെവിൻ കാഴ്ചവെച്ചിട്ടുള്ളത്. നെവിന് ഒരു സ്വന്തമായിട്ടുള്ള ഒരു ഗെയിം ഉണ്ടായിരുന്നു. ഈ ഒരാഴ്ചയായിട്ടാണ് ആ ഒരു ഗെയിം പോയി തുലഞ്ഞത്. പക്ഷെ സ്വന്തമായിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു, സ്വന്തമായിട്ട് ടാർഗറ്റുകൾ ഉണ്ടായിരുന്നു. എല്ലാവർക്കെതിരെയും അഭിപ്രായങ്ങൾ അവിടെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നാണെങ്കിലും നെവിനെ ഇഷ്ടപ്പെടുന്ന ഒരു ഇതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്ക് അറിയില്ല അതിനെപ്പറ്റി. ഇഷ്ടപ്പെടുന്ന കുറച്ചധികം ആളുകളുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് നെവിൻ ടോപ്പ് 5 വരുമെന്ന് തോന്നുന്നു. അത് പ്രഡിക്ഷൻ ചിലപ്പോൾ തെറ്റായിരിക്കാം, അറിയില്ല. അടുത്ത ആഴ്ച ചിലപ്പോൾ ഔട്ടാവാനിരിക്കുന്നതായിരിക്കും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളൊക്കെ ടോപ്പ് 5 വരും. പിന്നെ 4 സ്ഥാനത്ത് ഞാൻ നോക്കി കാണുന്നത് ആദിലേനെയാണ്. ആദിലയുടെ ഗെയിം നെഗറ്റീവ് ഓർ പോസിറ്റീവ് വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയായിരുന്നു കേട്ടോ, പറയാതിരിക്കാനായിട്ട് പറ്റില്ല. ആദിലയുടെ ഗെയിമിന്റെ ഒരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത് ഭയങ്കര കൺസിസ്റ്റന്റ് ആയിരുന്നു. അത് തുടക്കം മുതൽ തന്നെ ഇന്ന് വരെ ഈ ഒരു 76ാമത്തെ ദിവസം വരെ അതിലവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന അതിലയുടെ ഒരു ഗെയിമിന്റെ ഒരു നേച്ചർ ഉണ്ട്, ഒരു സ്വഭാവം ഉണ്ട്. അത്
വളരെ റിയൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നൂറേക്കാട്ടിലും റിയൽ ആയിട്ട് നിൽക്കുന്നത് ആദിലയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇത് നല്ല രീതിയിൽ തന്നെ ആ ഒരു റിയൽ നേച്ചർ അവിടെ കാണിച്ച് നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നെഗറ്റീവ്സ് വരുന്നത്. പലപ്പോഴും നെഗറ്റീവ് വരുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ അനീഷിനെതിരെ നെഗറ്റീവ് വരുന്നത് ഒക്കെ അതുകൊണ്ടാണ്. അപ്പൊ ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദില റിയൽ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. 100 ദിവസവും നിൽക്കാൻ പറ്റുമായിരിക്കും ആദിലയ്ക്ക് എന്നാണ് തോന്നുന്നത്. അത് ടോപ്പ് 5 ഞാൻ നോക്കി കാണുന്നുണ്ട്. എന്തായാലും ടോപ്പ് 3, ഇനി ടോപ്പ് 3 ആണ്. ടോപ്പ് 3 ഞാൻ ആരൊക്കെയാണ് വരുന്നതെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. ഷാനവാസ് ഉറപ്പായിട്ടും ടോപ്പ് 3 വരും. ഇപ്പോഴത്തെ പോളുകളുടെ അടിസ്ഥാനത്തിൽ എന്തായാലും 3-ാം സ്ഥാനം ഷാനവാസിക്ക് ഉറപ്പിച്ചു എന്നാണ് തോന്നുന്നത്. തുടക്കത്തിലൊക്കെ നല്ല ഫാൻ ബേസ് ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. നല്ല രീതിയിൽ തന്നെ ആ ഒരു ഹൈപ്പുമായിട്ടാണ് ഷാനവാസ് ഹൗസിനകത്തേക്ക് കയറിയത്. ഷാനവാസ് പിടിച്ച ആ ഒരു ക്യാരക്ടർ, ആ ഒരു മീറ്റർ, ഒരു മാസ് കഥാപാത്രം, അല്ലെങ്കിൽ ഒരു പൗരുഷത്തിന്റെ ഒരു മൂർത്തിഭാവം, ആ ഒരു ഗെയിം തന്നെയാണ് ഷാനവാസിന് ഇപ്പൊ ടോപ്പ് 3 എത്തിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അതിപ്പോ എന്തൊക്കെ മാനിപ്പുലേറ്റ് ചെയ്താലും, എന്തൊക്കെ കള്ളത്തരങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞാലും, അതൊക്കെ നമ്മൾ കൈയോടെ പൊക്കി വീഡിയോ ചെയ്താലും, ഷാനവാസിന്റെ ഗെയിമിന് ഒരു ഭയങ്കര ഓഡിയൻസ് കണക്ഷൻ ഉണ്ടായിരുന്നു. പ്രേക്ഷകരുമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു കാര്യമാണ് ഷാനവാസിന്റെ വിജയം. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയും നല്ല രീതിയിൽ തന്നെ ഒരു ഓഡിയൻസ് ഗെയിം ഷാനവാസിന് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഇക്ക ജ്യേഷ്ഠൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ആ ഒരു ഫീല് പ്രേക്ഷകരിലേക്ക് തന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ഷാനവാസിന്റെ ഗെയിമിലെ പോരായ്മകൾ തീർച്ചയായിട്ടും ഓവർലി ഇമോഷണൽ ആവുന്നതും, അല്ലെങ്കിൽ ഈ ഫിസിക്കലായിട്ട് അഗ്രഷൻ കാണിക്കുന്നതും ഒക്കെ തന്നെയാണ്. അത് നമ്മൾ പോസിറ്റീവ് പറയുമ്പോൾ നെഗറ്റീവും പറയണം. അത് വളരെയധികം വലിയ നെഗറ്റീവ് തന്നെയാണ്, ബിഗ് ബോസിനകത്ത് പ്രത്യേകിച്ചും. അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഷാനവാസിന്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്ത് അവിടെ നിന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു റീസൺ ആണ് ടോപ്പ് 3 പറയാനായിട്ട്. അത് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവും, പല പല നേച്ചറിലുള്ള സ്വഭാവമുള്ള വ്യത്യസ്ത ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സിനിമയായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മെയിൻ ക്യാരക്ടർ ഷാനവാസിന് തന്നെ കൊടുക്കേണ്ടി വരും. മെയിൻ ക്യാരക്ടറും പിന്നെ സ്ക്രിപ്റ്റ് റൈറ്ററിനും ഉള്ള ഒരു സംഭവം ഷാനവാസിന് തന്നെ കൊടുക്കേണ്ടി വരും. അത്രയും നല്ല രീതിയിൽ തന്നെ ഷാനവാസിന്റെ ആ ഒരു ഗെയിം പുറത്തേക്ക് ഔട്ട് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ രീതിക്കാക്കി ഷാനവാസ് പറയുന്ന പോലെ കുതന്ത്രം ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം, അത് നെഗറ്റീവ് തന്നെയാണ്, നെഗറ്റീവായിട്ട് പറയേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ അതുപോലും ഷാനവാസ് പോസിറ്റീവ് ആക്കി മാറ്റി. അതാണ് ഷാനവാസിന്റെ ഓഡിയൻസ് ഗെയിമിന്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, പ്രേക്ഷകർക്ക് എന്താണ് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിത്വം ഉണ്ടോ, ഒരു പേഴ്സണാലിറ്റിയാണ് പ്രേക്ഷകർ ആദ്യം നോക്കുന്നത്, പിന്നെ നോക്കുന്നത് ഗെയിമാണ്. ഇത് രണ്ടും കൂടെ വെച്ചിട്ടാണ് വിലയിരുത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പേഴ്സണാലിറ്റി അവിടെ കാണിച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള ഇമോഷൻസ് പ്രേക്ഷകരുമായിട്ട് ഷാനവാസിന് കണക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ എതിരെ നിന്ന് കളിച്ച അക്ബറിന്റെ കൂടെ തന്നെ ഇരുന്ന് ഷാനവാസ് കരഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു മൂമെന്റ് ആയിട്ട്, ആ ഹൗസിൽ എപ്പോഴും ചെറിഷ് ചെയ്യുന്ന നല്ലൊരു മൂമെന്റ് ആയിട്ട് ഷാനവാസ് എടുത്ത് പറഞ്ഞു ഒരു അവസരം കൊടുത്തപ്പോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് പ്രേക്ഷകരുമായിട്ട് ഒരുപാട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഷാനവാസ് ബിഗ് ബോസ് കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇങ്ങനെയൊക്കെ ഗെയിം കളിക്കാൻ പറ്റുന്നത് ബിഗ് ബോസ് കണ്ടിട്ടുള്ള ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ടോപ്പ് 3 അല്ലെങ്കിൽ ടോപ്പ് 2 പോലും പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ഷാനവാസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ 3-ാം സ്ഥാനത്ത് ഷാനവാസ്. 2-ാം സ്ഥാനത്ത് ഞാൻ പറയുന്നത് അനുമോളയാണ്. അനുമോളെ സെക്കൻഡ് പ്ലേസ് വെക്കാനായിട്ടുള്ള കാരണങ്ങൾ വളരെ സിമ്പിൾ ആണ്. ബി മെറ്റീരിയൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഷോയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ അനുമോൾ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൽ തന്നെ ഉണ്ട്. അനുമോൾ അവിടെ അഭിനയിച്ചാണ് നിൽക്കുന്നതൊക്കെ പലരും പറയുന്നുണ്ടാവും. പക്ഷെ അഭിനയം എന്നതിനേക്കാൾ ഉപരി ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു നേച്ചർ തന്നെ ഷോയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അനുമോളുടെ ഒരു നേച്ചറും അനുമോളുടെ ആ ഒരു സംഭവങ്ങൾ, പേഴ്സണാലിറ്റി തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിലുള്ളതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ഗെയിമർ എന്നൊന്നും പറയുന്നതിനേക്കാൾ ഉപരി ഇങ്ങനെ ഒരു ബി മെറ്റീരിയൽ, അതാണ് കറക്റ്റ് വാക്ക്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ടോപ്പ് 2 വന്നേക്കാം, വരാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അനുമോൾ. പിന്നെ നോക്കുമ്പോൾ ഈ സീസണിലെ സ്ത്രീ മത്സരാർത്ഥികളെ എല്ലാവരെയും വെച്ചെടുത്ത് നോക്കുമ്പോൾ തുടക്കം മുതൽ കൺസിസ്റ്റന്റ് ആയിട്ട് കോണ്ടന്റുകൾ പുറത്തേക്ക് കൊടുത്തോണ്ടിരുന്ന ഒരാൾ അനുമോൾ തന്നെയാണ്. തുടക്കം മുതൽ തന്നെ ഫസ്റ്റ് വീക്ക് മുതൽ തന്നെ കോണ്ടന്റുകൾ അനുമോളുടേതായിട്ട് വന്നിട്ടുണ്ട് പുറത്ത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഷാനവാസ് ആണെങ്കിലും അനുമോൾ ആണെങ്കിലും പിന്നെ ഉള്ളത് അനീഷാണ്. ഇവര് 3 പേരുമാണ് കോണ്ടന്റുകൾ ഇങ്ങനെ റെഗുലർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്.
അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സെക്കൻഡ് പ്ലേസ് വെക്കേണ്ടതായിട്ടിരിക്കുന്നു. TRPക്ക് വേണ്ടിയാണ് ഇവിടെ വന്നത്, TRP കൊടുക്കാനാണ് വന്നത് എന്നൊക്കെ പച്ചയ്ക്ക് തന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ്. അത്രയും റിയൽ ആയിട്ടൊക്കെ അവിടെ ആര് സംസാരിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അവിടെ വേറെ ആരും ഇത്രയും റിയൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോ എനിക്ക് തോന്നുന്നു സെക്കൻഡ് വരാൻ സാധ്യതയുണ്ട്. പോളുകളിലും എല്ലാം സെക്കൻഡും ചിലതിലൊക്കെ ഫസ്റ്റും ഒക്കെ അനുമോള് വന്ന് നിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും സെക്കൻഡ് വരും. ഫസ്റ്റ് ഞാൻ പറയുന്ന ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ കോമണർ വിന്നർ ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അനീഷിന്റെ പേരാണ് പറയുന്നത്. അനീഷ് ഈ സീസൺ വിജയിക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. അനീഷിന് ആ ഒരു ക്വാളിറ്റി ഉണ്ട്, വിന്നർ ക്വാളിറ്റി ഉണ്ട്. അതൊന്ന്, അനീഷ് ആരെയും പറ്റിയും മാറിയിരുന്ന് കുറ്റം പറഞ്ഞ് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. മുഖത്ത് നോക്കിയാണ് അനീഷിന്റെ കാര്യങ്ങളെല്ലാം. അനീഷ് ഒരാളെ പറ്റി ഉള്ള അവരുടെ കുറവുകൾ മുഖത്ത് നോക്കി മാത്രമേ പറയാറുള്ളൂ, അല്ലാതെ മാറിയിരുന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരാളെ പറ്റി പോലും പറഞ്ഞിട്ടില്ല. അത് ഇത്രയും സീസൺസ് കണ്ടതിൽ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ ഈ രീതിയിൽ ഒരു ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്നത്. അനീഷിന് ഒരു വാല്യൂസ് ആയിരിക്കാം ചിലപ്പോൾ. അപ്പൊ ആ രീതിയിൽ ഒരു ഗെയിം കളിക്കുന്ന അനീഷായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, തെറിവാക്കുകള്, കാര്യങ്ങള് എല്ലാം ഞാനിത് എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് ഒരു വിന്നർ ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചാണ് തുടക്കം പോലും വന്നത്. ഇൻഡിവിജ്വൽ ആയിട്ട് ഒറ്റയ്ക്ക് നിന്ന് കോണ്ടന്റുകൾ കൊടുത്തിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഏറ്റവും കൂടുതൽ തവണ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ഹൗസിൽ അത് മുഴങ്ങി കേട്ട ഒരു പേര് അനീഷിന്റെ പേരായിരിക്കാം ചിലപ്പോൾ. പലരും അനീഷിന്റെ പേര്, അനീഷിനെ ടാർഗറ്റ് ചെയ്ത് പുറത്തുനിന്ന് പോയ വൈൽഡ് കാർഡുകളുണ്ട്. അവരെല്ലാം, അവർക്ക് ആർക്കും അങ്ങ് മുട്ടാൻ പറ്റിയില്ല, അങ്ങോട്ട് അനീഷിനെ തകർക്കാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഗെയിം, ഓഡിയൻസ് സപ്പോർട്ട് അനീഷ് ബിൽഡ് ചെയ്തെടുത്തു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പൊ ഈ ഒറ്റപ്പെടുത്തൽ എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് അനീഷ് ഒറ്റപ്പെടാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഒറ്റപ്പെടാൻ വേണ്ടി ചെയ്യുന്നതല്ല, അവരെ ഒറ്റപ്പെടുത്തുന്നതാണ് എന്ന് ഉള്ളൊരു സംഭവം പ്രേക്ഷകരിലേക്ക് വരുന്നുണ്ട്. 1 vs many. ആ 1 vs many വന്നപ്പോ തന്നെ അനീഷിന്റെ ഗെയിം ഹിറ്റായി. അത് പിടിച്ചാൽ കിട്ടാത്ത ഒരു ലെവലിലേക്ക് പോയി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇന്നലെ ബിഗ് ബോസ് അനീഷിന് കൊടുത്ത ചെറിയൊരു പണിയാണ് ജയിലിന്റെ ഐശ്വര്യം. അത് ഏത് രീതിയിലാണ് പുറത്തേക്ക് വന്നതെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതൊക്കെ വെച്ച് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അനീഷ് വേഴ്സസ് ബിഗ് ബോസ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്കാണ് എത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ സീസൺ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. പഠിച്ച ഗെയിമറാണ്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം അരച്ചു കലക്കി കുടിച്ചിട്ട് തന്നെയാണ് അവിടെ പോയിരിക്കുന്നത്. അത് അങ്ങനെ അല്ലാതെ അനീഷ് ഒരിക്കൽ പോലും നിഷേധിച്ചിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അനീഷിന്റെ ഗെയിമാണ് ഇതെല്ലാം എന്ന് പറയുമ്പോഴും നമ്മൾ അതും കൂടി മനസ്സിലാക്കണം. അരച്ചു കലക്കി കുടിച്ച് ഈ ഗെയിമിന്റെ ഓരോ പൾസും അറിഞ്ഞിട്ടാണ് അനീഷ് അവിടെ കളിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ സീസൺ വിജയിക്കാൻ ഡിസേർവിംഗ് ആയിട്ടുള്ളത് അനീഷ് ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ്. ഇതാണ് നമ്മുടെ ടോപ്പ് 5. ഞാൻ ടോപ്പ് 6 പറയുന്നത് അക്ബറിനെ പറയും. അക്ബർ ടോപ്പ് 6 വരെയൊക്കെ വരുള്ളൂ. ചിലപ്പോൾ നെവിന്റെ ആ ഒരു സ്ഥാനത്തേക്ക് വന്നേക്കാം, എനിക്ക് അറിയില്ല അതിനെപ്പറ്റി. അക്ബറിന്റെയും നെവിന്റെയും ഗെയിം ഒരേ ലെവലിൽ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അക്ബർ നെവിന് താഴെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. പിന്നെ പറയാൻ ആരാണ്, ആര്യൻ ഉണ്ട്. ആര്യൻ ടോപ്പ് 7 എനിക്ക് തോന്നുന്നു. അവസാന ആ ഒരാഴ്ച എവിക്റ്റ് ആവാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ആര്യൻ. പിന്നെ നൂറയുണ്ട്. നൂറയുടെ ഗെയിം താഴോട്ടാണ് പോയത്. കുത്തനെ ഇടിഞ്ഞാണ് നൂറയുടെ ഗെയിം പോയിരിക്കുന്നത്. മറ്റേ കുഴിക്കകത്ത് വീണെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ലെവലിലാണ് നൂറയുടെ ഗെയിം ഇപ്പം നിൽക്കുന്നത്. എനിക്കറിയില്ല ഇനി മുമ്പോട്ട് നൂറ എങ്ങനെയാണ് ഇനി കളിക്കാൻ പോകുന്നത്. ഒരു ബിഗ് ബോസ് ഗെയിമർ ആയിട്ട് പോലും ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ ഇതാണ് ഈ 9 പേരെയും പറ്റിയുള്ള നമ്മുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട്, ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.